ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി സ്കോർ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 112 എന്നുള്ള ക്വാളിറ്റി സ്കോർ, അതുപോലെ തന്നെ അതിൻ്റെ അവിടെ താഴെ ഗുഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് മിക്കവാറും വരുന്നത് യുവർ സർവേ ആണ്. അപ്പോൾ യുവർ സർവേയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്വാളിറ്റി സ്കോർ നിങ്ങളുടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വാളിറ്റി സ്കോർ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നോടിപ്പോൾ വീണ്ടും കുറേ പേര് എന്നോട് ചോദിച്ചു ക്വാളിറ്റി സ്കോർ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്, അതേപോലെ എത്ര ക്വാളിറ്റി സ്കോർ വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ക്വാളിറ്റി സ്കോറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ക്വാളിറ്റി സ്കോർ നിങ്ങളിപ്പോൾ ഏതൊരു സർവേ സൈറ്റ് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ക്വാളിറ്റി സ്കോർ 100 കിട്ടുന്നതായിരിക്കും. അത് ബേസ് ക്വാളിറ്റി സ്കോറാണ്. ക്വാളിറ്റി സ്കോറിന് ഒരു ലിമിറ്റില്ല. ഇപ്പം വേണമെങ്കിൽ 1000 വരെ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ കണ്ടിന്യൂ സർവേ ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ സർവേയും പാസ്സാകുന്നുണ്ട്, മിക്ക സർവേയും പാസ്സാകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫൈലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള പ്രൊഫൈലാണ്, നിങ്ങൾ ചേഞ്ചസ് വരുത്തുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ ഉറപ്പായിട്ടും കൂടും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിറ്റി സ്കോർ 10 വെച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവർ ഇപ്പം ട്രിക്കായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതായത് നമ്മൾ സർവേ ശ്രദ്ധിച്ചാണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ട്രാപ്പായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ തെറ്റായിട്ട് കൊടുത്തെങ്കിൽ അത് നമുക്ക് 10 പോയിൻറ്റ്, അതായത് നിങ്ങൾക്ക് 100 പോയിൻറ്റ് കിട്ടുന്നതിനകത്ത് 10 പോയിൻറ്റ് ഒറ്റയടി കുറയ്ക്കും. കാരണം വേറൊന്നുമല്ല, അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ സർവേ നോക്കുന്നില്ല, കറക്റ്റായിട്ട് നോക്കാതെയാണ് സർവേ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സർവേ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൊഫൈൽ മാറ്റി കൊടുക്കാതിരിക്കുക, പ്രൊഫൈൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. എങ്ങനെ വന്നാലും നിങ്ങൾ കറക്റ്റ് ഒരേ പ്രൊഫൈൽ, നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയാലും നിങ്ങൾ ഒരേ പ്രൊഫൈൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരേ പ്രൊഫൈൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ക്വാളിറ്റി സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിറ്റി സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സർവേ പ്രൊവൈഡേഴ്സ് നമുക്ക് സർവേ തരത്തില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ സാമ്പിളിഷ് സർവേ ഒക്കെ കിട്ടാത്തത് ക്വാളിറ്റി സ്കോർ കുറയുവാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ക്വാളിറ്റി സ്കോർ എപ്പോഴും നമ്മൾ കൂടാൻ നോക്കുക. അതായത് 100 കിട്ടുവാണെങ്കിൽ 100ന് മുകളിൽ എപ്പോഴും നമ്മുടെ ക്വാളിറ്റി സ്കോർ വേണം. അതിപ്പോൾ എത്രയാണെങ്കിലും കുഴപ്പമില്ല, 100ന് മുകളിൽ എത്രയാണെങ്കിലും കുഴപ്പമില്ല. 100ന് താഴെ കുറയാതിരിക്കാൻ നോക്കുക. 90 വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവേ ഒക്കെ കുറയും. അതുപോലെ സർവേ കുറഞ്ഞതിന് മാത്രമല്ല, സർവേ പാസ്സാകാനുള്ള ചാൻസും നമുക്ക് ഒരുപാട് ചാൻസ് കുറവാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിറ്റി സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് ഞാൻ തീർച്ചയായും റിപ്ലൈ